ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 72-ാം ദിവസം. ബാലാമിൻ്റെ ശാപം അനുഗ്രഹമാകുന്നു. ഇന്നേ ദിവസം നമ്മൾ സംഖ്യയുടെ പുസ്തകം 24-ാം അധ്യായം, സംഖ്യയുടെ പുസ്തകം 25-ാം അധ്യായം, നിയമാവർത്തന പുസ്തകം 26-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 107 എന്നിവ വായിക്കുന്നു. ഇസ്രായേലിനെ ശപിക്കാൻ മോവാബ് രാജാവായ ബാലാക്ക് കൊണ്ടുവന്ന ബാലാം ദൈവത്തിൻ്റെ ഇടപെടൽ മൂലം ശാപം അനുഗ്രഹമാക്കി മാറ്റുന്നതും ഇസ്രായേല്യർ പെയോറിലെ ബാൽദേവനെ ആരാധിക്കുന്നതും ഫിനെഹാസ് ദൈവക്രോധം ശമിപ്പിക്കുന്നതുമാണ് സംഖ്യയുടെ പുസ്തകത്തിൽ വിവരിക്കുന്നത്. വിളവുകളുടെ ആദ്യഫലങ്ങളെക്കുറിച്ചും വിശുദ്ധജനം പാലിക്കേണ്ട ചട്ടങ്ങളും കൽപ്പനകളും ന്യായപ്രമാണങ്ങളുമാണ് നിയമാവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നത്. സംഖ്യയുടെ പുസ്തകം 24-ാം അധ്യായം. ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ ദൃഷ്ടികളിൽ പ്രീതികരമാണെന്ന് ബാലാം കണ്ടു. മുൻ അവസരങ്ങളിലെ പോലെ ശകനം നോക്കാൻ പോകാതെ അവൻ മരുഭൂമിയിലേക്ക് തൻ്റെ മുഖം ഉറപ്പിച്ചു. ബാലാം തൻ്റെ കണ്ണുകൾ ഉയർത്തി. ഗോത്രങ്ങളനുസരിച്ച് ഇസ്രായേൽ അടിച്ചിരിക്കുന്നത് അവൻ കണ്ടു. അപ്പോൾ ദൈവചൈതന്യം അവൻ്റെ മേലുണ്ടായി. അവൻ തൻ്റെ സുഭാഷിതം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു: ബെയോറിൻ്റെ മകൻ ബാലാമിൻ്റെ അരുളപ്പാട്, നയനം തെളിഞ്ഞ വീരപുരുഷൻ്റെ അരുളപ്പാട്. വീണവനെങ്കിലും നയനങ്ങൾ തുറക്കപ്പെട്ട് സർവശക്തൻ്റെ ദർശനം അഭിവീക്ഷിച്ച് ദൈവഭാഷണങ്ങൾ ശ്രവിക്കുന്നവൻ്റെ അരുളപ്പാട്. യാക്കോബേ, നിൻ്റെ കൂടാരങ്ങൾ എത്ര മോഹനമാണ്! ഇസ്രായേലെ, നിൻ്റെ നിവാസങ്ങൾ അവ വിരിക്കപ്പെട്ടിരിക്കുന്നു. താഴ്വരകൾ പോലെ, നദിയോട് ചേർന്നുള്ള ഉദ്യാനങ്ങൾ പോലെ, കർത്താവ് നട്ട കാരകിൽ നിര പോലെ, നീർത്തടത്തിലെ ദേവദാരു ശൃംഖല പോലെ. അവൻ്റെ സംഭരണികളിൽ നിന്ന് വെള്ളമൊഴുകും. അവൻ്റെ വീഞ്ഞ് ജലസമൃദ്ധിയിലായിരിക്കും. അവൻ്റെ രാജാവ് അഗാഗിനേക്കാൾ ഉന്നതനായിരിക്കും. അവൻ്റെ രാജ്യം ഉയർത്തപ്പെടും. അവനെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നവൻ ദൈവമാണ്. അവൻ്റേത് കാട്ടുപോത്തിൻ്റേതുപോലുള്ള ഗാംഭീര്യമാണ്. തൻ്റെ എതിരാളികളായ ജനതകളെ അവൻ തിന്നൊടുക്കും. അവരുടെ അസ്ഥികൾ അവൻ തകർക്കും. അവൻ തൻ്റെ അസ്ത്രങ്ങൾ എയ്തു തുളയ്ക്കും. സിംഹത്തെപ്പോലെയും സിംഹിയെപ്പോലെയും അവൻ പതുങ്ങിക്കിടക്കുന്നു. ആര് അവനെ ഉണർത്തും? നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹീതർ, നിന്നെ ശപിക്കുന്നവർ ശപ്തർ. ബാലാമിനു നേർക്ക് ബാലാക്കിൻ്റെ കോപം ജ്വലിച്ചു. തൻ്റെ കൈപ്പത്തികൾ കൂട്ടിയടിച്ചുകൊണ്ട് ബാലാമിനോട് പറഞ്ഞു: എൻ്റെ ശത്രുക്കളെ ശപിക്കാൻ ഞാൻ നിന്നെ വിളിച്ചു. എന്നാൽ ഇതാ, ഈ 3 പ്രാവശ്യവും നീ അവരെ കാര്യമായി അനുഗ്രഹിച്ചിരിക്കുന്നു. അതിനാൽ ഇപ്പോൾ നീ നിൻ്റെ സ്ഥലത്തേക്ക് ഓടിപ്പോവുക. നിന്നെ യഥാവിധി ബഹുമാനിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇതാ, കർത്താവ് നിന്നെ ബഹുമതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ബാലാം ബാലാക്കിനോട് പറഞ്ഞു: നീ എൻ്റെ പക്കലേക്ക് അയച്ചിരുന്ന നിൻ്റെ ദൂതന്മാരോട് ഞാൻ ഇപ്രകാരം പ്രസ്താവിക്കുക കൂടി ചെയ്തതല്ലേ? ബാലാക്ക് എനിക്ക് അവൻ്റെ വീട് നിറച്ച് വെള്ളിയും പൊന്നും തന്നാൽ പോലും സ്വമേധയാ നന്മയോ തിന്മയോ ചെയ്യാനായി കർത്താവിൻ്റെ നിർദ്ദേശം ലംഘിക്കുക എന്നത് എനിക്ക് അസാധ്യമാണ്. കർത്താവ് അരുളിച്ചെയ്യുന്നത് എന്തോ അത് ഞാൻ സംസാരിക്കും. ഇപ്പോൾ ഞാനിതാ എൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് യാത്രയാവുകയാണ്. വരൂ, ഈ ജനം നിൻ്റെ ജനത്തോട് വരും ദിനങ്ങളിൽ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് ഞാൻ നിന്നെ ഉദ്ബോധിപ്പിക്കാം. അവൻ തൻ്റെ സുഭാഷിതം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു: ബെയോറിൻ്റെ മകൻ ബാലാമിൻ്റെ അരുളപ്പാട്, നയനം തെളിഞ്ഞ വീരപുരുഷൻ്റെ അരുളപ്പാട്.
ദൈവത്തിൻ്റെ ഭാഷണങ്ങൾ ശ്രവിക്കുന്നവൻ്റെ, അത്യുന്നതൻ്റെ അറിവ് ഗ്രഹിക്കുന്നവൻ്റെ, സർവശക്തൻ്റെ ദർശനം അഭിവീക്ഷിക്കുന്നവൻ്റെ, വീണവനെങ്കിലും നയനങ്ങൾ തുറക്കപ്പെട്ടവൻ്റെ അരുളപ്പാട്. ഞാൻ അവനെ കാണുന്നു, എന്നാൽ ഇപ്പോഴല്ല; ഞാൻ അവനെ വീക്ഷിക്കുന്നു, എന്നാൽ അടുത്തല്ല. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം യാത്ര തിരിച്ചിട്ടുണ്ട്, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. മോവാബിൻ്റെ നെറ്റിത്തടം അവൻ എയ്തു തുളയ്ക്കും, ക്ഷേത്യരെയെല്ലാം തരിപ്പണമാക്കും. ഏദോം അന്യാധീനമാകും, അവൻ്റെ ശത്രുക്കളായ സെയിർ അന്യാധീനമാകും. ഇസ്രായേലോ വീര്യം പ്രവർത്തിക്കും. യാക്കോബിൽ നിന്ന് അവൻ ഭരണം നടത്തും, അവശേഷിക്കുന്നവനെ നഗരത്തിൽ നിന്ന് നശിപ്പിക്കും. പിന്നെ അവൻ അമലേക്കിനെ നോക്കി തൻ്റെ സുഭാഷിതം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ജനതകളിൽ ഒന്നാമനാണ് അമലേക്ക്, എന്നാൽ അവൻ്റെ അന്ത്യം നാശത്തിലേക്കാണ്. അവൻ കായൻകാരെ നോക്കി തൻ്റെ സുഭാഷിതം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിൻ്റെ വാസസ്ഥലം സുസ്ഥിരമാണ്, പാറയിലാണ് നിൻ്റെ കൂടുകൂട്ടിയിരിക്കുന്നത്. എന്നാലും കായൻ അഗ്നിയിലെരിയാനുള്ളവനാണ്. എത്ര നാളത്തേക്ക് അഷൂർ നിന്നെ തടവിലാക്കും? അവൻ തൻ്റെ സുഭാഷിതം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഹാ, ദൈവം ഇത് ചെയ്യുമ്പോൾ ആര് ജീവനോടെ ഇരിക്കും? കിത്തീം തീരത്തു നിന്നുള്ള കപ്പലുകൾ അഷൂറിനെ പീഡിപ്പിക്കും, എബറിനെയും പീഡിപ്പിക്കും, എന്നാൽ അവനും നാശമടയും. ബാലാം എഴുന്നേറ്റ് സ്വദേശത്തേക്ക് മടക്കയാത്രയായി ബാലാക്ക് തൻ്റെ വഴിക്കും പോയി. സംഖ്യയുടെ പുസ്തകം 25-ാം അധ്യായം. പെയോറിലെ ബാൽ. ഇസ്രായേൽ ഷിത്തിമിൽ പാർക്കുമ്പോൾ മോവാബ് പുത്രിമാരുമായി ജനം വേശ്യാവൃത്തിയിൽ ഏർപ്പെടാൻ തുടങ്ങി. അവർ തങ്ങളുടെ ദേവന്മാരുടെ ബലികളിലേക്ക് ജനത്തെ ക്ഷണിച്ചു. ജനം ഭക്ഷിക്കുകയും അവരുടെ ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ പെയോറിലെ ബാലിനോട് സംഗമിച്ചു. ഇസ്രായേലിൽ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ജനത്തിൻ്റെ തലവന്മാരെയെല്ലാം പിടിച്ച് കർത്താവിന് വേണ്ടി പട്ടാപ്പകൽ തൂക്കിലിടുക. അങ്ങനെ കർത്താവിൻ്റെ ഉഗ്രകോപം ഇസ്രായേലിൽ നിന്ന് മാറിപ്പോകട്ടെ. മോശ ഇസ്രായേലിൻ്റെ ന്യായാധിപന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും പെയോറിലെ ബാലിനോട് സംഗമിച്ച അവനവൻ്റെ ആളുകളെ വധിക്കുവിൻ. ഇതാ, ഇസ്രായേലിൽ നിന്ന് ഒരാൾ ചെന്ന് തൻ്റെ സഹോദരങ്ങളുടെ പക്കലേക്ക് മോശയും ഇസ്രായേലിലെ സമൂഹം മുഴുവനും കാണുകെ ഒരു മിദിയാൻകാരിയെ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ അവർ സമാഗമ കൂടാരവാതിൽക്കൽ വിലപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുരോഹിതനായ അഹ്റോൻ്റെ പുത്രൻ എലയാസറിൻ്റെ മകൻ ഫിനെഹാസ് ഇത് കണ്ട് സമൂഹ മധ്യത്തിൽ നിന്ന് എഴുന്നേറ്റ് കയ്യിൽ ഒരു കുന്തമെടുത്തു. അവൻ ഇസ്രായേൽക്കാരൻ്റെ പിന്നാലെ തമ്പിലെത്തി അവരിരുവരെയും ഇസ്രായേൽക്കാരനെയും ഉദരം തുളഞ്ഞ് കടക്കും വിധം സ്ത്രീയെയും കുത്തി. അങ്ങനെ ഇസ്രായേലിൽ നിന്ന് മഹാമാരി ഒഴിഞ്ഞു. മഹാമാരി കൊണ്ട് മരണമടഞ്ഞവർ 24,000 പേരായിരുന്നു. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു, പുരോഹിതനായ അഹ്റോൻ്റെ പുത്രൻ എലയാസറിൻ്റെ മകൻ ഫിനെഹാസ് തൻ്റെ തീക്ഷ്ണത മൂലം ഇസ്രായേലിൻ്റെ മേലുള്ള എൻ്റെ ക്രോധം അവരുടെ ഇടയിലുള്ള എൻ്റെ അസഹിഷ്ണുത പിൻവലിപ്പിച്ചിരിക്കുന്നു. അതിനാൽ എൻ്റെ അസഹിഷ്ണുതയിൽ ഇസ്രായേലിനെ ഞാൻ ഇല്ലായ്മ ചെയ്യുന്നില്ല. ആകയാൽ നീ പറയുക, ഞാനിതാ എൻ്റെ സമാധാന ഉടമ്പടി അവന് നൽകുന്നു. തൻ്റെ ദൈവത്തിനു വേണ്ടി തീക്ഷ്ണമതിയായതിനും ഇസ്രായേലിനെ പ്രതി പരിഹാരമനുഷ്ഠിച്ചതിനും പകരമായി അവനും അവനുശേഷം അവൻ്റെ സന്തതിക്കും അത് നിത്യപൗരോഹിത്യത്തിൻ്റെ ഉടമ്പടിയായിരിക്കും. വധിക്കപ്പെട്ട ഇസ്രായേൽക്കാരൻ്റെ, അതായത് മിദിയാൻകാരിയോടൊപ്പം വധിക്കപ്പെട്ടവൻ്റെ പേര് സിമ്രി. അവൻ സാലുവിൻ്റെ മകനായിരുന്നു, ഒരു ശിമയോന്യ പിതൃഭവനത്തിൻ്റെ നേതാവും. കൊല്ലപ്പെട്ട മിദിയാൻകാരിയുടെ പേര് കോസ്ബി. അവൾ മിദിയാനിലെ ഉമ്മോത്ത് പിതൃഭവനത്തിൻ്റെ തലവനായ സൂറിൻ്റെ മകളായിരുന്നു. കർത്താവ് മോശയോട് പ്രകാരം വചിച്ചു, മിദിയാന്യരോട് ശത്രുത പുലർത്തി അവരെ ആക്രമിക്കുവിൻ. കാരണം പെയോറിൻ്റെ കാര്യത്തിലും പെയോർ നിമിത്തമുണ്ടായ മഹാമാരിയുടെ നാളിൽ വധിക്കപ്പെട്ട അവരുടെ സഹോദരിയും മിദിയാൻ നേതാവിൻ്റെ മകളുമായ കൊസ്ബിയുടെ കാര്യത്തിലും നിങ്ങൾക്കെതിരെ അവർ പ്രയോഗിച്ച ചതികളാൽ അവർ നിങ്ങൾക്ക് ശത്രുക്കളായിരിക്കുന്നു. മഹാമാരിക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത്. ആവർത്തന പുസ്തകം 26-ാം അധ്യായം. വിളവുകളുടെ ആദ്യഫലം. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നീ പ്രവേശിക്കുകയും അത് കൈവശമാക്കി അതിൽ വസിക്കുകയും ചെയ്തു കഴിയുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന ദേശത്തു നിന്ന് നീ കൊണ്ടുവരുന്ന ഭൂമിയുടെ
എല്ലാ ഫലങ്ങളുടെയും ആദ്യത്തേതിൽ കുറച്ചെടുത്ത് ഒരു കുട്ടയിൽ വെച്ച് തൻ്റെ നാമം സ്ഥാപിക്കാൻ നിൻ്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് നീ പോകണം. അക്കാലത്തെ പുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് അവനോട് നീ പറയണം, ഞങ്ങൾക്ക് തരുമെന്ന് ഞങ്ങളുടെ പിതാക്കന്മാരോട് കർത്താവ് ശപഥം ചെയ്ത നാട്ടിലേക്ക് ഞാൻ വന്നുവെന്ന് നിൻ്റെ ദൈവമായ കർത്താവിനോട് ഇന്ന് ഞാൻ ഏറ്റുപറയുന്നു. പുരോഹിതൻ നിൻ്റെ കയ്യിൽ നിന്ന് ആ കുട്ട വാങ്ങി അത് നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ബലിപീഠത്തിന് മുമ്പിൽ വയ്ക്കണം. നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നീ മറുപടിയായി പറയണം, അലയുന്ന അരമായനായിരുന്നു എൻ്റെ പിതാവ്. ചുരുക്കം പേരോടുകൂടി അവൻ ഈജിപ്തിൽ ചെന്ന് അവിടെ പ്രവാസിയായി പാർത്തു. അവൻ അവിടെ ശക്തവും എണ്ണമറ്റതുമായ ഒരു വലിയ ജനതയായിത്തീർന്നു. ഈജിപ്തുകാർ ഞങ്ങളെ ദ്രോഹിച്ച് ഞെരുക്കി. അവർ ഞങ്ങളുടെ മേൽ കഠിനവേല ചുമത്തി. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് ഞങ്ങൾ നിലവിളിച്ചപ്പോൾ കർത്താവ് ഞങ്ങളുടെ സ്വരം കേൾക്കുകയും അവിടുന്ന് ഞങ്ങളുടെ ക്ലേശവും അധ്വാനവും ഞെരുക്കവും കാണുകയും ചെയ്തു. ശക്തമായ കരത്താലും നീട്ടിയ ഭുജത്താലും വലിയ ഭീതിയാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും കർത്താവ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അവിടുന്ന് ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരികയും പാലും തേനും ഒഴുകുന്ന ഒരു ദേശം, അതായത് ഈ ദേശം ഞങ്ങൾക്ക് തരികയും ചെയ്തു. ആകയാൽ ഇപ്പോൾ ഇതാ കർത്താവെ, നീ എനിക്ക് നൽകിയ ഭൂമിയുടെ ആദ്യഫലം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. തുടർന്ന് നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നീ അത് വയ്ക്കുകയും നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ ആരാധന അർപ്പിക്കുകയും വേണം. നിൻ്റെ ദൈവമായ കർത്താവ് നിനക്കും നിൻ്റെ കുടുംബത്തിനും നൽകിയ എല്ലാ നന്മയെയും പ്രതി നീയും ലേവായനും നിൻ്റെ മധ്യയുള്ള പ്രവാസിയും സന്തോഷിക്കണം. ദശാംശത്തിൻ്റെ വർഷമായ 3-ാം വർഷം നിൻ്റെ എല്ലാ വിളവുകളുടെയും ദശാംശം കൊടുത്തു തീർക്കണം. ലേവായനും പ്രവാസിക്കും അനാഥനും വിധവയ്ക്കും നീ അത് കൊടുക്കണം. അങ്ങനെ അവർ നിൻ്റെ പട്ടണങ്ങൾക്കുള്ളിൽ ഭക്ഷിക്കുകയും സംതൃപ്തരാകുകയും ചെയ്യും. എന്നിട്ട് നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പാകെ നീ പറയണം, അങ്ങയുടെ കൽപ്പനകളൊന്നും ഞാൻ ലംഘിക്കുകയോ മറക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് ആ വിശുദ്ധ വസ്തു എടുത്തു മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല, എന്നെ അങ്ങ് അനുശാസിച്ചിട്ടുള്ള കൽപ്പനയെല്ലാം അനുസരിച്ച് അത് ലേവായനും പ്രവാസിക്കും അനാഥനും വിധവയ്ക്കും നൽകിയിരിക്കുന്നു. എൻ്റെ വിലാപത്തിൽ പോലും ഞാൻ അതിൽ നിന്ന് ഭക്ഷിച്ചിട്ടില്ല. മലിനനായപ്പോഴും ഞാൻ അതിലല്പവും വിനിയോഗിച്ചിട്ടുമില്ല. മരിച്ചവന് വേണ്ടി അതിൽ നിന്ന് നൽകിയിട്ടില്ല. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ഞാൻ കേട്ടിട്ടുണ്ട്. അവിടുന്ന് എന്നോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം അനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചിട്ടുമുണ്ട്. അങ്ങയുടെ വിശുദ്ധമായ വാസസ്ഥലത്തു നിന്ന് സ്വർഗത്തിൽ നിന്ന് കടാക്ഷിക്കണമേ. അങ്ങയുടെ ജനമായ ഇസ്രായേലിനെയും ഞങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ശപഥവും അനുസരിച്ച് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പാലും തേനും ഒഴുകുന്ന ദേശമായ ഭൂമിയെയും അനുഗ്രഹിക്കണമേ. വിശുദ്ധജനം, ഈ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുഷ്ഠിക്കാൻ നിൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് ഇന്ന് കൽപ്പിച്ചിരിക്കുന്നു. നിൻ്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ നീ അവ പാലിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യണം. ദൈവമായ കർത്താവ് നിനക്ക് ദൈവമായിരിക്കുമെന്നും അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും ന്യായപ്രമാണങ്ങളും പാലിച്ച് അവിടുത്തെ സ്വരം ശ്രവിച്ച് അവിടുത്തെ വഴിയിൽ നടക്കുമെന്നും അവിടുത്തോട് ഇന്ന് നീ കരാറായിരിക്കുന്നു. കർത്താവ് ഇന്ന് നിന്നോട് കരാറായിരിക്കുന്നത് അവിടുന്ന് നിന്നോട് പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ നീ അവിടുത്തെ സ്വന്തം ജനമായിരിക്കേണ്ടതിന് അവിടുത്തെ കൽപ്പനകളെല്ലാം പാലിക്കണമെന്നും അവിടുന്ന് പ്രസ്താവിച്ചതുപോലെ സ്തുതിക്കും പേരിനും പെരുമയ്ക്കുമായി അവിടുന്ന് സൃഷ്ടിച്ച സകല ജനതകൾക്കും മേൽ നിന്നെ ഉന്നതനായി സ്ഥാപിക്കുമെന്നും അങ്ങനെ നീ നിൻ്റെ ദൈവമായ കർത്താവിന് വിശുദ്ധജനമായിത്തീരുമെന്നുമാണ്. സങ്കീർത്തനം 107. രക്ഷിക്കപ്പെട്ടവൻ്റെ കൃതജ്ഞത. കർത്താവിന് നിങ്ങൾ കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവൻ പറയട്ടെ, വൈരിയുടെ കയ്യിൽ നിന്ന് അവിടുന്നാണ് അവരെ വീണ്ടെടുത്തത്. അവിടുന്ന് അവരെ ദേശങ്ങളിൽ നിന്ന്, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്ക് നിന്നും ഒരുമിച്ച് കൂട്ടി. അവർ മരുഭൂമിയുടെ ശൂന്യതയിൽ അലഞ്ഞു നടന്നിരുന്നു. വാസയോഗ്യമായ നഗരത്തിലേക്ക് അവർ വഴി കണ്ടെത്തിയില്ല. വിശന്നും ദാഹിച്ചും അവർ പരിക്ഷീണിതരായി. തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിൻ്റെ നേർക്ക് നിലവിളിച്ചു. അവരുടെ ദുരിതങ്ങളിൽ നിന്ന് അവിടുന്ന് അവരെ മോചിപ്പിച്ചു. വാസയോഗ്യമായ നഗരത്തിലേക്ക് ചെന്നെത്തേണ്ടതിന് അവരെ അവിടുന്ന് നേർവഴിയിൽ നടത്തി. അവർ കർത്താവിനോട് അവിടുത്തെ കാരുണ്യവും മനുഷ്യമക്കളോട് അവിടുത്തെ വിസ്മയകൃത്യങ്ങളും ഏറ്റുപറയട്ടെ. എന്നാൽ അവിടുന്ന് ദാഹിക്കുന്ന തൊണ്ട തൃപ്തമാക്കുന്നു, വിശക്കുന്നവന് വിശിഷ്ട വിഭവം കൊണ്ട് നിറയ്ക്കുന്നു. അവർ ഇരുട്ടിലും മരണനിഴലിലും വസിച്ചിരുന്നു.
പീഡയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിതരായിരുന്നു. എന്തെന്നാൽ അവർ തമ്പുരാൻ്റെ ആജ്ഞകൾ ധിക്കരിച്ചു, അത്യുന്നതൻ്റെ ഉപദേശം നിരസിച്ചു. അധ്വാനം കൊണ്ട് അവിടുന്ന് അവരുടെ ഹൃദയം വിനീതമാക്കി. ആരും സഹായിക്കാനില്ലാതെ അവർ ഇടറി വീണു. തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിൻ്റെ നേർക്ക് വിലപിച്ചു. അവരുടെ ദുരിതങ്ങളിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു. ഇരുട്ടിലും മരണനിഴലിലും നിന്ന് അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. അവർ കർത്താവിനോട് അവിടുത്തെ കാരുണ്യവും മനുഷ്യമക്കളോട് അവിടുത്തെ വിസ്മയകൃത്യങ്ങളും ഏറ്റുപറയട്ടെ. എന്തെന്നാൽ അവിടുന്ന് പിച്ചളവാതിലുകൾ തകർത്തു, ഇരുമ്പോടാമ്പലുകൾ ഒടിച്ചു. തങ്ങളുടെ പാപമാർഗം മൂലം അവർ ഭോഷന്മാരായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങൾ മൂലം വിനീതരാക്കപ്പെട്ടിരുന്നു. അവരുടെ ആത്മാവ് എല്ലാ ഭക്ഷണവും വെറുത്തു. മൃത്യുകവാടങ്ങൾ വരെ അവർ എത്തി. തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിൻ്റെ നേർക്ക് വിലപിച്ചു. അവരുടെ ദുരിതങ്ങളിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യപ്പെടുത്തി. അവരുടെ വിനാശാവസ്ഥയിൽ നിന്ന് അവരെ വിടുവിച്ചു. അവർ കർത്താവിനോട് അവിടുത്തെ കാരുണ്യവും മനുഷ്യമക്കളോട് അവിടുത്തെ വിസ്മയകൃത്യങ്ങളും ഏറ്റുപറയട്ടെ. അവർ കൃതജ്ഞതാബലികൾ സമർപ്പിക്കട്ടെ. ആരവത്തോടെ അവർ അവിടുത്തെ പ്രവൃത്തികൾ വിവരിക്കട്ടെ. അവർ കപ്പലുകളിൽ സമുദ്രത്തിലേക്ക് ഇറങ്ങുന്നവരായിരുന്നു. മഹാജലസഞ്ചയങ്ങളിൽ വ്യാപാരം ചെയ്യുന്നവരായിരുന്നു. കർത്താവിൻ്റെ പ്രവൃത്തികൾ, അഗാധത്തിലെ വിസ്മയകൃത്യങ്ങൾ അവർ കണ്ടു. അവിടുന്ന് കൽപ്പിച്ച് കാറ്റിനെ കൊടുങ്കാറ്റായി ഇളക്കിവിട്ടു. അത് കടൽ തിരമാലകൾ ഉയർത്തി. അവ ആകാശങ്ങളോളം ഉയർന്നു, ആഴങ്ങളിലേക്ക് താണു. ഈ ദുസ്ഥിതിയിൽ അവരുടെ ആത്മാവ് ഉരുകി. അവർ ഉന്മത്തരെ പോലെ ആടുകയും വയ്ക്കുകയും ചെയ്തു. അവരുടെ ജ്ഞാനമെല്ലാം പ്രയോജനരഹിതമായി. തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിൻ്റെ നേർക്ക് നിലവിളിച്ചു. അവരുടെ ദുരിതങ്ങളിൽ നിന്ന് അവിടുന്ന് അവരെ പുറത്തെത്തിച്ചു. അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി നിർത്തി. കടൽ തിരമാലകൾ ശമിച്ചു. അവ നിലച്ചപ്പോൾ അവർ സന്തോഷിച്ചു. അവരുടെ ഇഷ്ടതുറമുഖത്തേക്ക് അവിടുന്ന് അവരെ ആനയിച്ചു. അവർ കർത്താവിനോട് അവിടുത്തെ കാരുണ്യവും മനുഷ്യമക്കളോട് അവിടുത്തെ വിസ്മയകൃത്യങ്ങളും ഏറ്റുപറയട്ടെ. ജനത്തിൻ്റെ സഭയിൽ അവർ അവിടുത്തെ പുകഴ്ത്തട്ടെ. ശ്രേഷ്ഠന്മാരുടെ സദസ്സിൽ അവിടുത്തെ സ്തുതിക്കട്ടെ. അവിടുന്ന് നദികൾ മരുഭൂമിയായി മാറ്റുന്നു, നീരുറവിടങ്ങൾ ഊഷരഭൂമിയായി. ഫലഭൂയിഷ്ട ഭൂമി അതിൽ വസിക്കുന്നവരുടെ ദുഷ്ടത നിമിത്തം ഒരു നിലമാകും. അവിടുന്ന് മരുഭൂമി നീർത്തടാകങ്ങളായും വരണ്ട ഭൂമി നീരുറവകളായും മാറ്റുന്നു. അവിടുന്ന് വിശക്കുന്നവരെ അവിടെ പാർപ്പിച്ച് വാസയോഗ്യമായ ഒരു നഗരം സ്ഥാപിക്കുന്നു. അവർ വയലുകൾ വിതയ്ക്കുകയും മുന്തിരിത്തോപ്പുകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്യുന്നു. അവ വിളഫലം ഉൽപ്പാദിപ്പിക്കുന്നു. അവിടുന്ന് അവരെ അനുഗ്രഹിച്ചപ്പോൾ അവർ ഏറെ പെരുകി. അവിടുന്ന് അവരുടെ മൃഗഗണത്തിന് കുറവ് വരുത്തിയില്ല. ഞെരുക്കവും കഷ്ടതയും സങ്കടവും കൊണ്ട് അവർ എണ്ണം കുറഞ്ഞ് ദുർബലരായി. അപ്പോൾ അവിടുന്ന് നേതാക്കന്മാരുടെ മേൽ നിന്ന ചൊരിയുകയും വഴിയില്ലാത്ത ശൂന്യഭൂമിയിൽ അവരെ നട്ടം തിരിക്കുകയും ചെയ്തു. എന്നാൽ പാവപ്പെട്ടവനെ അവിടുന്ന് ദൈന്യത്തിൽ നിന്ന് ഉദ്ധരിച്ചു, കുടുംബങ്ങളെ ആട്ടിൻപറ്റം പോലെയാക്കി. ധർമ്മിഷ്ഠർ അത് കണ്ട് സന്തോഷിക്കുന്നു. ദുഷ്ടരെല്ലാം വായ് പൊത്തുന്നു. ആരാണ് ജ്ഞാനി? അവൻ ഇവ പരിഗണിക്കട്ടെ. കർത്താവിൻ്റെ ഭക്തർ വിവേകമതികളാകട്ടെ.